2018 നവംബർ മാസത്തിൽ ഇന്ത്യ സന്ദർശിക്കാനെത്തിയ ജോൺ അലൻ ചൗ എന്നു പേരുള്ള 24-കാരനായിട്ടുള്ള ഒരു അമേരിക്കൻ മിഷണറി അങ്ങേറ്റം സാഹസികമായ ഒരു തീരുമാനത്തിലെത്തുന്നു. ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് വഴിക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ യാത്രാവിലക്ക് നിലനിൽക്കുന്ന അതിന്റെ ഉപദ്വീപുകളിൽ ഒന്നിലേക്ക് തികച്ചും അനധികൃതമായ ഒരു യാത്ര നടത്തുക. ലക്ഷ്യം മതപ്രചാരണം. ലോകത്തിന്റെ ഏറ്റവും വിദൂരസ്ഥമായ കോണുകളിലേക്ക് പോലും യേശുവിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞിട്ട ഒരു യുവ മിഷണറി സംഘടനയിലെ സജീവ അംഗമായിരുന്നു ചൗ. ആ ദ്വീപിന്റെ ഉടയോർ സെന്റിനൽ ഗോത്രക്കാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കൂട്ടരായിരുന്നു. സാംസ്കാരിക വികാസ പാതയിലൂടെ ഏറ്റവും കുറച്ചു മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരു അപൂർവ ഗോത്രം. 10,000-കണക്കിന് വർഷങ്ങളായി ആ ദ്വീപിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവർ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കോലാഹലങ്ങളെക്കുറിച്ചും യാതൊരു അറിവുമില്ലാത്തവർ. അവരുടെ ഭാഷ നമുക്കോ നമ്മുടെ ഭാഷ അവർക്കോ അറിയില്ല. പുറം ലോകത്തു നിന്ന് കടൽ മാർഗം എത്തിച്ചേരുന്ന ഏതൊരാളും അവർക്ക് തങ്ങളെ ആക്രമിക്കാനെത്തുന്ന ശത്രുക്കൾ മാത്രമാണ്. അങ്ങനെ വന്നെത്തുന്നവരെ ഒന്ന് പറഞ്ഞ് രണ്ടിന് അമ്പും കുന്തവും പായിച്ച് കൊന്നുകളയാനും ഇവർ മടിക്കാറില്ല. അങ്ങനെയുള്ള ഒരു ഗോത്രവർഗത്തിലെ മനുഷ്യരുമായി നേരിട്ട് സമ്പർക്കം സ്ഥാപിക്കാൻ ജോസഫ് അലൻ ചൗ എടുത്ത ഈ തീരുമാനം അയാളെ കൊണ്ട് ചാടിച്ചത് തിരിച്ചു കയറാനാവാത്ത ഒരു മരണക്കിണറിലേക്കാണ്. സെന്റിനൽ ദ്വീപിലേക്കുള്ള സാഹസിക യാത്രയ്ക്കൊടുവിൽ പ്രാണൻ നഷ്ടപ്പെടുന്ന ആദ്യത്തെയോ അവസാനത്തെയോ വ്യക്തിയല്ല ചൗ. അങ്ങനെ എത്രയെത്രയോ പേരുടെ ചോര പുരണ്ട ആ നിഗൂഢ ദ്വീപിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്ന കഥകൾ ആരെയും ഞെട്ടിക്കാൻ പോന്നത്ര ഭയാനകമാണ്. ചരിത്രാതീത കാലം തൊട്ടേ പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒരുപറ്റം മനുഷ്യർ കഴിഞ്ഞുകൂടുന്ന സെന്റിനൽ ഐലൻഡ് എന്ന വിചിത്ര ദ്വീപിന്റെ കഥ. അടുക്കാൻ ശ്രമിക്കുന്നവരെ അമ്പെയ്തു കൊല്ലുന്ന അപകടകാരികളെന്ന് ലോകം വിളിക്കുന്ന ഇവരുടെ ക്രൗര്യത്തിനു പിന്നിലെ അതിജീവന ത്വരയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. മാനവരാശിയുടെ പരിണാമദശയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായ ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പോലെ വിവിധ റേസുകളുള്ള മനുഷ്യരായിട്ട് പെറ്റുപെരുകി പടർന്നു പന്തലിച്ചത് എന്ന് സംബന്ധിച്ച് പല തിയറികളും നിലവിലുണ്ട്. അതിൽ ഏറ്റവും സ്വീകാര്യമായ ഒന്ന് ആഫ്രിക്കൻ ഒറിജിൻ അഥവാ ഔട്ട് ഓഫ് ആഫ്രിക്ക മോഡലാണ്. സുപ്രസിദ്ധ ബ്രിട്ടീഷ് പാലിയോ ആന്ത്രോപോളജിസ്റ്റായ ക്രിസ് സ്ട്രിംഗറിനെ പോലെയുള്ള പലരും പിന്തുണയ്ക്കുകയും പ്രചാരം നൽകുകയും ചെയ്തിട്ടുള്ള ഈ തിയറി പറയുന്നത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് ഹോമോസാപ്പിയൻസ് പല ദിക്കിലേക്കും നടന്നു തുടങ്ങിയെന്നാണ്. ഇങ്ങനെ നടന്നു പോയിട്ടുള്ളവരെ ഔട്ട് ഓഫ് ആഫ്രിക്ക മോഡൽ MN എന്നിങ്ങനെ 2 പ്രൈമറി മൈറ്റോകോൺട്രിയൽ ഹാപ്ലോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൽ N ലീനേജിൽപ്പെട്ടവർ യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് പോയപ്പോൾ M ലീനേജുകാരുടെ പ്രയാണം തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കായിരുന്നു. ഇവരിൽ ചിലർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തി അവിടെ പാർപ്പുറപ്പിക്കുന്നു. മറ്റു ചിലർ പിന്നെയും നടന്ന് മ്യാൻമാർ വഴിക്ക് ഇന്നേക്ക് 48,000-ൽ പരം വർഷം മുമ്പ് ഓസ്ട്രേലിയ വരേക്കും എത്തുന്നുണ്ട്. അവിടെ നിന്നും പ്രയാണം തുടർന്ന ഒരു കൂട്ടരാണ് ഏതാണ്ട് 37,000 വർഷങ്ങൾക്ക് മുമ്പ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ എത്തിപ്പെടുന്നത്. നമ്മൾ ഭൂപടം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കിഴക്കു ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിൽ ഇതാ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള 572 ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം. ചെന്നൈയിൽ നിന്ന് 740 മൈലും കൊൽക്കത്തയിൽ നിന്ന് 780 മൈലും അകലത്തിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത്. അടുത്തടുത്ത് കിടക്കുന്ന ആൻഡമാൻ നിക്കോബാർ എന്നീ 2 ദ്വീപ സമൂഹങ്ങൾക്ക് പുറമെ ഈ ഒരു ക്ലസ്റ്ററിൽ പരസ്പര സാമീപ്യമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള 100 കണക്കിന് ചെറു ദ്വീപുകൾ വേറെയുമുണ്ട്. അക്കൂട്ടത്തിൽ ഏറെ പ്രത്യേകതകളോട് കൂടിയ ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ആൻഡമാൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആയിട്ടുള്ള കേന്ദ്ര സർക്കാർ അടുത്തിടെ ശ്രീ വിജയപുരം എന്ന് പേര് മാറ്റിയ പോർട്ട് ബ്ലെയറിൽ നിന്ന് 60 കിലോമീറ്റർ പടിഞ്ഞാറ് കിടക്കുന്ന ഈ ദ്വീപ് നരവംശ ശാസ്ത്രജ്ഞന്മാർക്ക് ഏറ്റവും പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രമുള്ള ഇടങ്ങളിൽ ഒന്നുകൂടിയാണ്. 1771 ദ ഡിലിജന്റ് എന്നൊരു കപ്പലിൽ കയറി സർവേ നടത്താൻ പോയ ജോൺ റിച്ചി എന്നൊരു ബ്രിട്ടീഷ് സർവേയർ ഈ ദ്വീപിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം വരുന്നത് ശ്രദ്ധിക്കുന്നു. ദ്വീപ് നിവാസികൾ തങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ നിരവധി തീപ്പന്തങ്ങൾ കത്തിച്ചു വെച്ചതിൽ നിന്നായിരുന്നു ആ വെളിച്ചം പുറപ്പെട്ടത്. സെന്റിനൽ ദ്വീപ നിവാസികളെ കുറിച്ച് ലിഖിത ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന ഏറ്റവും പഴയ പരാമർശവും ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും. പിന്നീട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്ററും ആന്ത്രോപോളജിസ്റ്റുമായിരുന്ന എഡ്വേർഡ് H. മാൻ്റെ നേതൃത്വത്തിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ജനങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ ആധികാരിക പഠനങ്ങൾ പലതും നടക്കുന്നത്. എന്നാൽ ഈ ആദ്യകാല പഠനങ്ങൾക്കൊരു തുടർച്ചയുണ്ടാകുന്നതും അത് ജനശ്രദ്ധ ആകർഷിക്കുന്നതുമൊക്കെ 1906-8 കാലത്ത് റാഡ്ക്ലിഫ് ബ്രൗൺ നടത്തിയ ഫീൽഡ് സ്റ്റഡികളിലൂടെയാണ്. ആന്ത്രോപോളജിയിൽ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം ഒക്കെ അവതരിപ്പിച്ച് സൂപ്പർ സ്റ്റാറായി മാറിയ അതേ റാഡ്ക്ലിഫ് ബ്രൗൺ അദ്ദേഹം ഇവിടുത്തെ ഇൻഡിജിനസ് ഗ്രൂപ്പുകളെ
ദ ഗ്രേറ്റ് ആൻഡമനീസ് എന്നും ദ ലെസർ ആൻഡമനീസ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഈ ലെസർ ആൻഡമനീസിന്റെ കൂട്ടത്തിൽ പുറം ലോകവുമായിട്ട് കാര്യമായ ഒരു ബന്ധവും കൂടാതെ ഏറെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ട്രൈബാണ് ഈ നോർത്ത് സെന്റിനലീസ് ഗോത്രക്കാർ. പ്രസിദ്ധ ഇറ്റാലിയൻ ആന്ത്രോപോളജിസ്റ്റായ ലിഡിയോ സിപ്രിയാനി ഈ നോർത്ത് സെന്റിനലീസിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത്, ലിറ്റിൽ ആൻഡമാൻ ദ്വീപിൽ നിന്ന് മീൻ പിടിക്കാൻ പുറപ്പെട്ടു പോയ ഒരു സംഘം ട്രൈബൽസ് ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് നോർത്ത് സെൻട്രൽ ദ്വീപിൽ ചെന്ന് അടിഞ്ഞതാണ് എന്നാണ്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മോറിസ് വിഡാൽ പോർട്ട്മാനാണ് ഈ ദ്വീപിൽ വന്ന് കാലുകുത്തിയ ആദ്യത്തെ വരത്തൻ. 1880 ജനുവരി മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇങ്ങനെയൊരു ദ്വീപുണ്ട് എന്ന് പറഞ്ഞു കേട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി അവിടേക്ക് ചെന്ന പോർട്ട്മാൻ 2 ദിവസം അവിടെ തങ്ങി അവിടെ നിന്ന് 6 സെന്റിനലീസ് ഗോത്രവംശജരെ, പ്രായമുള്ള 2 പേരെയും പിന്നെ 4 കുട്ടികളെയും കൂട്ടി തിരികെ ആൻഡമാനിലേക്ക് മടങ്ങിപ്പോന്നു. പക്ഷെ അങ്ങനെ പോർട്ട്മാൻ കൂട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ 6 പേർക്കും ആൻഡമാനിലെത്തിയതിന് തൊട്ടു പിന്നാലെ പല രോഗങ്ങളും ബാധിച്ചു. മുതിർന്ന പുരുഷനും സ്ത്രീയും രോഗം മൂർച്ഛിച്ച് മരിച്ചുപോയി. ചെറിയ കുട്ടികൾക്കും രോഗം ബാധിച്ചുവെങ്കിലും അവരെ പ്രാണഹാനി സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പോർട്ട്മാൻ കൈനിറയെ സമ്മാനങ്ങൾ നൽകി ദ്വീപിലേക്ക് കൊണ്ടുവിട്ടു എന്നാണ് കഥ. 1969 കേന്ദ്ര ഗവൺമെൻറ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ട്രൈബൽ പോപ്പുലേഷൻ്റെ ക്ഷേമത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സുന്ദരം കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഈ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അന്ന് സുപ്രസിദ്ധ ഇന്ത്യൻ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്ന ത്രിലോക്നാഥ് പണ്ഡിറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഈ നോർത്ത് സെൻട്രലീസ് ഗോത്രവംശജരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നു. ഒരു പോലീസ് പെട്രോൾ ബോട്ടിൽ കയറിയായിരുന്നു അവരുടെ യാത്ര. കൂടെ നാവികസേനയുടെ കപ്പലായിട്ടുള്ള INS അക്ഷയിൽ കുറേ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരും ആ ദൗത്യ സംഘത്തെ അന്ന് അകമ്പടി സേവിക്കുന്നുണ്ട്. പോലീസ് സൂപ്രണ്ട് RK ഓഹ്രിയുടെ നേതൃത്വത്തിൽ ആൻഡമാൻ പോലീസിൻ്റെ ഒരു സംഘവും ഇവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ബോട്ടിൽ നിന്ന് ബൈനോക്കുലറിലൂടെ നോക്കിയ പണ്ഡിറ്റ് തീരത്ത് കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന സെന്റിനലീസ് അഡൾട്ട്സിനെയും കുട്ടികളെയും കാണുന്നു. ഈ സംഘം സഞ്ചരിച്ച ബോട്ടുകൾ തീരത്തടുത്തതും ഇവർ ചെതറി ഓടി കുറച്ചപ്പുറത്തുള്ള കാടിനുള്ളിലേക്ക് അപ്രത്യക്ഷരാകുന്നു. അന്ന് അവരെ ട്രാക്ക് ചെയ്യാൻ സംഘം ശ്രമിച്ചുവെങ്കിലും അതിൽ വിജയിക്കുന്നില്ല. തീരത്തു നിന്ന് കാടിനുള്ളിലേക്ക് നടന്നെടുക്കുന്ന സംഘം ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു സെറ്റിൽമെന്റ് കാണുന്നു. മരങ്ങൾക്കിടയിൽ ഒഴിഞ്ഞ ഒരിടത്ത് 18 കുടിലുകളുടെ ഒരു കൂട്ടം. കുടിലുകളിൽ പലതിലും അപ്പോഴും അടുപ്പ് പുകയുന്നുണ്ടായിരുന്നു. ഈ സംഘം വരുന്നത് മണത്തറിഞ്ഞ് അവസാന നിമിഷം അവിടെ കഴിഞ്ഞിരുന്നവർ സ്ഥലം കാലിയാക്കിയതാണ് എന്നത് വ്യക്തമാണ്. ഈ കുടിലുകളെല്ലാം ഒരേ ഡിസൈനിൽ പണിതീർത്തുകയായിരുന്നു. 4 കാലുകളിൽ താങ്ങി നിർത്തിയിട്ടുള്ള കൂരകളാണവ. മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അടുക്കടുക്കായിട്ട് ഇലകൾ കെട്ടി മേഞ്ഞ കുടിലുകളാണ്. ലിറ്റിൽ ആൻഡമാൻ ദ്വീപിൽ കഴിയുന്ന ഓങ്ക ഗോത്രക്കാരുടെ കുടിലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കുടിലുകൾക്ക് ചുവർ എന്ന സങ്കല്പമില്ലായിരുന്നു. തറയിലും ഉറച്ച പ്ലാറ്റ്ഫോം പോലെ ഒന്നും കെട്ടിയിരുന്നില്ല. വെറും നിലത്തായിരുന്നു അവർ തീനും കുടിയും കുടുംബകാര്യവും ഒക്കെ നടത്തിയിരുന്നത്. കിടക്കാനുള്ള സുഖത്തിന് നിലത്ത് ഇലകൾ അടുക്കി ഒരു മാർദ്ദവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഓരോ കുടിലും 4-5 വീതം അഗ്നികുണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. മരക്കൊമ്പുകൾ കുത്തനെ അടുക്കി കെട്ടിവെച്ച് തീക്കൊളുത്തിയാണ് ഈ കുണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉറക്കത്തിനിടെ ആക്രമിക്കാൻ സാധ്യതയുള്ള വിഷപ്പാമ്പുകളിൽ നിന്നും മറ്റു പ്രാണികളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ അഗ്നികുണ്ഡങ്ങൾ തീർത്തത്. ഉറക്കത്തിനിടയ്ക്ക് മറിഞ്ഞ് പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഓരോ കുടിലിൻ്റെയും അതിരിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫെൻസിങ്ങും ഉണ്ടായിരുന്നു. ഓരോ കുടിലിൻ്റെ ഉള്ളിലും മരം കൊണ്ടുണ്ടാക്കിയ തൊട്ടികളും വില്ലും അമ്പുകളും കുന്തങ്ങളും ആയുധങ്ങളുണ്ടാക്കാനുള്ള ടൂൾസും വരെ അവർ കണ്ടു. ഇക്കൂട്ടത്തിൽ എങ്ങനെയോ തീരത്ത് വന്നടിഞ്ഞ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറും ഈ സെന്റിനലീസ് ഗോത്രക്കാർ റീപർപ്പസ് ചെയ്ത് ഉപയോഗിക്കുന്നത് പണ്ഡിറ്റ് കണ്ടെത്തി. അതുപോലെ ഈ കുടിലുകളിലൊക്കെയും മെടഞ്ഞുണ്ടാക്കിയ കൊട്ടകളിൽ കാട്ടിൽ നിന്ന് ശേഖരിച്ച പല ജാതി പഴങ്ങളുണ്ടായിരുന്നു. കാട്ടുതേനുണ്ടായിരുന്നു. കുടിലുകളോട് ചേർന്ന് പന്നിയിറച്ചിയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതും ഇവർ കണ്ടു. അത് ഈ കൂട്ടർ ഭക്ഷണത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള വേട്ടയുടെ ബാക്കി പത്രമായിരുന്നു. എല്ലാ കുടിലിനോടും ചേർന്ന് ഒരു പന്നിത്തലയെങ്കിലും ഉണ്ടായിരുന്നു. തൻ്റെ ആദ്യ സന്ദർശനത്തിൽ തന്നെ ത്രിലോക്നാഥ് പണ്ഡിറ്റിന് ഒരു കാര്യം മനസ്സിലായി. ആന്ത്രോപോളജിക്കൽ ഫീൽഡ് വർക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രോണിസ്ലാവ് മാലിനോസ്കിയുടെ ഇമേഴ്സീവ് ഫീൽഡ് വർക്ക് മെത്തേഡുകൾ ഉപയോഗിച്ച് ഒരിക്കലും നമുക്ക് സെന്റിനലീസിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുകയില്ല. അവർ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ആഗ്രഹിക്കുന്ന കൂട്ടരല്ല. ഒരിക്കലും അവർ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റുകളോടും ഇനി സഹകരിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു അകലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവരെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേ TN പണ്ഡിറ്റ് 1970 വീണ്ടും ഒരിക്കൽ കൂടി സെന്റിനലീസ് ഗോത്രവംശജരുമായിട്ട് സമ്പർക്കം പുലർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത്തവണ അദ്ദേഹം ഓങ്ക ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള 3 യുവാക്കളെ കൂടെ കൂട്ടി ദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് കിഴക്കൻ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് ചെല്ലുന്നു. ആ യാത്രയ്ക്കിടെ കണ്ടുമുട്ടാൻ ഇടയുള്ള സെന്റിനലീസ് സമ്മാനിക്കാൻ വേണ്ടി തേങ്ങയും ഉണക്ക മത്സ്യവുമൊക്കെ അദ്ദേഹം കയ്യിൽ കരുതിക്കൊണ്ടായിരുന്നു ആ പോക്ക് പോയത്. എന്നാൽ പണ്ഡിറ്റിൻ്റെ ആ വരവിനോട് അന്ന് സെന്റിനലീസ് ഗോത്രവർഗ്ഗക്കാർ പ്രതികരിച്ചത് വളരെ അക്രമാസക്തമായിട്ടാണ്. ഇവരിങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കെ
കാട്ടിനുള്ളിൽ നിന്ന് ഏതാണ്ട് 20ഓളം പേരടങ്ങുന്ന ഒരു സംഘം പെട്ടെന്ന് പുറത്തേക്ക് ചാടി വരുന്നു. വില്ലിൽ അമ്പും തൊടുത്ത് ഭീഷണിയുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ആ സംഘത്തിൻ്റെ അപ്രോച്ച് ഇങ്ങനെ കണ്ടപ്പോൾ അപകടമിടക്കുന്ന പണ്ഡിറ്റും സംഘവും അവരുടെ അമ്പുകൊണ്ട് ചാവാതിരിക്കാൻ വേണ്ടി പിന്തിരിഞ്ഞോടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ദുരനുഭവം കൊണ്ടൊന്നും പണ്ഡിറ്റ് പക്ഷേ തൻ്റെ പര്യവേക്ഷണം അവസാനിപ്പിക്കുന്നില്ല. പിന്നീട് 1974, 81, 82 എന്നീ വർഷങ്ങളിൽ TN പണ്ഡിറ്റ് വീണ്ടും എക്സ്പെഡീഷനുകൾ നടത്തുന്നുണ്ട്. ഓരോ തവണയും ഈ ട്രൈബൽസിന് തങ്ങളോടുള്ള ശത്രുതാ മനോഭാവത്തിൽ അയവ് വരുത്താൻ വേണ്ടി പണ്ഡിറ്റ് പലതും ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഈ നോർത്ത് സെൻട്രലീസുകളുടെ മുന്നിൽ അന്ന് വില പോകുന്നില്ല. ആ ദൗത്യങ്ങളൊക്കെയും പരാജയപ്പെടുന്നു. 1985-ലും 87-ലും പിന്നീട് JK സർക്കാർ എന്ന മറ്റൊരു ആന്ത്രപ്പോളജിസ്റ്റ് നോർത്ത് സെൻട്രൽ ദ്വീപ് സന്ദർശിക്കാൻ വന്നെത്തുന്നുണ്ട്. TN പണ്ഡിറ്റിനെ പോലെ സർക്കാരിനും സെൻട്രൽ ദ്വീപ് നിവാസികളോട് ഒരു തരത്തിലുള്ള സമ്പർക്കങ്ങളും സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ 1991 ജനുവരി മാസത്തിൽ ഇന്ത്യൻ ആന്ത്രപ്പോളജിയുടെ ചരിത്രത്തിലെ ആ അവിസ്മരണീയമായിട്ടുള്ള സംഭവം നടക്കുന്നു. നോർത്ത് സെൻട്രൽ ദ്വീപ് നിവാസികളുമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫ്രണ്ട്ലി കോൺടാക്ട് നടക്കുന്നു. ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള മധുമാല ചട്ടോപാധ്യായയുടെ നേതൃത്വത്തിൽ ദ്വീപ് സന്ദർശിച്ച സംഘമാണ് ആ നേട്ടമുണ്ടാക്കിയത്. മുൻ സംഘങ്ങൾ പ്രയോഗിച്ച തേങ്ങ എറിഞ്ഞു കൊടുക്കുക എന്ന തന്ത്രം തന്നെയാണ് അവരും പയറ്റിയത്. പക്ഷേ മുമ്പ് അതിനെ അക്രമം കൊണ്ട് നേരിട്ട സെൻട്രലീസ് ഗോത്രക്കാർ ഇത്തവണ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു. അതൊരു സൈലന്റ് ബാർട്ടർ ആയിരുന്നു. വെറുമൊരു തേങ്ങ സമ്മാനിച്ചുകൊണ്ട് സ്വതവേ ഇടഞ്ഞു നിൽക്കുന്ന സെൻട്രലീസിൻ്റെ വിശ്വാസവും സമ്പർക്കവും ഒക്കെ സ്ഥാപിച്ചെടുക്കാൻ സഹായിച്ച ഒരു ഗുഡ് വിൽ ജെസ്ചർ. സെൻട്രൽ ഗോത്രവർഗ്ഗക്കാർ പുറം ലോകത്തു നിന്നുണ്ടാകുന്ന സമ്പർക്കങ്ങളോട് പുലർത്തുന്ന ഈ ഹോസ്റ്റൈൽ റെസ്പോൺസിൻ്റെ കാരണങ്ങൾ ചികഞ്ഞു എന്നാൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു ഡിഫൻസ് മെക്കാനിസമാണ് ഈ ശത്രുതാ മനോഭാവം എന്ന് നമുക്ക് മനസ്സിലാവും. കൃഷി ചെയ്ത് പരിചയമില്ലാത്ത ആ ഗോത്രക്കാർക്ക് തങ്ങൾ താമസിക്കുന്ന ദ്വീപിനുള്ളിൽ നിന്ന് തന്നെ വേണം ആഹാര സാധനങ്ങൾ കണ്ടെത്താൻ. അത് വേട്ടയാടിയോ തിരഞ്ഞു പിടിച്ചോ അവർ സംഘടിപ്പിക്കും. ടെറിട്ടോറിയൽ ബിഹേവിയർ എന്നത് ഇങ്ങനെയുള്ള ഫോറേജിങ് സമൂഹങ്ങളിൽ പതിവായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. പുറത്തുനിന്ന് കടന്നു വരുന്ന ആരും അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരിമിതമായ വിഭവങ്ങളുടെ പങ്കുപറ്റാൻ വരുന്നവരാണ്. അവരുടെ നിലനിൽപ്പിന് തന്നെ തുരങ്കം വയ്ക്കാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ വരുന്നവരെ ഏതു വിധേനയും തുരത്തി ഓടിക്കുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരേയൊരു മാർഗം. അപരിചിതരായിട്ടുള്ള ആരെ കണ്ടാലും ഉടനടി വില്ലെടുത്ത് കുലച്ച് അമ്പ് തൊടുക്കുന്ന സെൻട്രലീസിൻ്റെ ഈ ശീലം അവരുടെ ജീനുകളിൽ അടങ്ങിയിട്ടുള്ള സർവൈവൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അങ്ങനെ വളരെ അഗ്രസീവായി തന്നെ തങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചു നിർത്തിയതിൻ്റെ ബലത്തിൽ മാത്രമാണ് ഈ ഒരു ഗോത്രം കാലത്തെയും അതിജീവിച്ച് പുലർന്നു പോരുന്നത്. സെൻട്രലീസിൻ്റെ ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്സിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവ് നമുക്ക് കിട്ടിയത് 2004 ലോകമെമ്പാടും സുനാമി ആഞ്ഞടിച്ചപ്പോഴാണ്. മോസ്റ്റ് മോഡേൺ ടെക്നോളജിയുടെ സഹായത്തോടെ കഴിഞ്ഞിരുന്ന പല പരിഷ്കൃത സമൂഹങ്ങളിലും സുനാമി മരണം വിതച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ യാതൊരുവിധ സാങ്കേതിക വിദ്യയും പരിചയിച്ചിട്ടില്ലാത്ത സെൻട്രലീസ് ഗോത്രക്കാർക്ക് ഈ സുനാമിയിൽ കാര്യമായ ജീവാപായം ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കടലിൻ്റെ സ്വഭാവത്തിലുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായ പാറ്റേൺ ചേഞ്ച് നമ്മളെക്കാളൊക്കെ എത്രയോ നേരത്തെ തന്നെ അവർക്ക് പിടികിട്ടി കാണണം. സുനാമി തീരത്തണഞ്ഞ സമയത്തേക്ക് അവർ തങ്ങളുടെ ദ്വീപിൻ്റെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഉയർന്ന ഭാഗങ്ങളിലേക്ക് പിന്മാറിയിട്ടുണ്ടാകും. അങ്ങനെ മാറിപ്പോകാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക തലമുറകൾ കൈമാറി വന്ന അവരുടെ ഈ അതിജീവന സിദ്ധി തന്നെയാകും. 2006 ജനുവരിയിൽ സുന്ദർ രാജ്, പണ്ഡിറ്റ് തിവാരി എന്നിങ്ങനെ 2 മീൻപിടുത്തക്കാരെ പോർട്ട് ബ്ലെയറിന് അടുത്ത് വെച്ച് കാണാതെയാവുന്നു. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ നേവിക്ക് ഇവരെ കണ്ടെത്താൻ വേണ്ടി ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനുള്ള നിർദ്ദേശം കിട്ടുന്നു. അന്ന് ഈ മിഷനെ നയിച്ചത് കമാൻഡന്റ് പ്രവീൺ ഗൗർ ആണ്. ഗൗർ ആദ്യം പോർട്ട് ബ്ലെയറിൻ്റെ തെക്കൻ തീരത്ത് തൻ്റെ ഹെലികോപ്റ്റർ പറത്തി ഒരു തെരച്ചിൽ നടത്തുന്നു. ശേഷം സൗത്ത് സെൻറ്റിനൽ, നോർത്ത് സെൻട്രൽ ദ്വീപുകൾക്ക് മുകളിലൂടെയും തൻ്റെ ചോപ്പർ പറത്തി അദ്ദേഹം ഇവരെ അന്വേഷിക്കുന്നു. നോർത്ത് സെൻട്രൽ ദ്വീപിൻ്റെ തീരത്തോട് ചേർന്ന് താഴ്ന്നു പറക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു ഫിഷിംഗ് ബോട്ട് പെടുന്നു. അത് ഈ 2 മീൻപിടുത്തക്കാരുടെ ബോട്ടാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കമാൻഡന്റ് ഗൗർ തൻ്റെ ഹെലികോപ്റ്റർ കുറെ കൂടി താഴ്ത്തി പറത്തുന്നു. അങ്ങനെ താഴേക്ക് പോകുന്നതിനിടയ്ക്ക് എവിടെ നിന്നറിയാതെ ഒരു അമ്പ് ആ ചോപ്പറിന് നേർക്ക് പാഞ്ഞു വരുന്നു. പിന്നാലെ ചറപറ അമ്പ് വരുന്നു. ഇടയ്ക്ക് 1-2 കുന്തങ്ങളും വരുന്നു. താഴേക്ക് ഒന്ന് കണ്ണോടിച്ച കമാൻഡന്റ് കാണുന്നത് അമ്പും വില്ലും കുന്തവും ഒക്കെയായി ആക്രമണ സജ്ജരായിട്ട് നിൽക്കുന്ന ഏതാണ്ട് 50ഓളം സെൻട്രലീസ് ഗോത്രവർഗ യോദ്ധാക്കളെയാണ്. എങ്ങനെയെങ്കിലും ആ ബോട്ടിൻ്റെ അടുത്തായിട്ട് തൻ്റെ ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യണം. എന്നിട്ട് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കണം. ഈ 2 പേരും ഇനി ജീവനോടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വിരളമാണ്. ചുരുങ്ങിയത് അവരുടെ ഡെഡ് ബോഡി എങ്കിലും റിക്കവർ ചെയ്യണം. അന്തിമ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അത് ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കണം. പക്ഷേ ചോപ്പറിൽ നിന്ന് ഇപ്പോൾ ആരെങ്കിലും ഇറങ്ങിച്ചെന്നാൽ അവരുടെ മരണം ഉറപ്പാണ്.
അത്രയ്ക്ക് വിദഗ്ധരാണ് അമ്പെയ്ത്തിൽ ഈ സെൻട്രലീസ് പോരാളികൾ. അതുകൊണ്ട് കമാൻഡന്റ് തൻ്റെ പ്ലാൻ ബി എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ 50 പേരടങ്ങുന്ന പോരാളി സംഘത്തെ എങ്ങനെയെങ്കിലും ഈ ബോട്ടിൻ്റെ അടുത്ത് നിന്നൊന്ന് മാറ്റണം. അതിനെന്തു വഴി എന്നായി ആലോചന. അദ്ദേഹം കരയോട് പരമാവധി അടുപ്പിച്ച് തൻ്റെ ഹെലികോപ്റ്റർ കുറച്ചു നേരത്തേക്ക് പറത്തുന്നു. അമ്പും കുന്തവും പായിച്ചുകൊണ്ട് സെന്റിനലീസ് യോദ്ധാക്കളും അതിനെ പിന്തുടർന്നു പോരുന്നു. അങ്ങനെ പോയി ഒടുവിൽ നേരത്തെ ബോട്ട് കടന്നിരുന്ന സ്ഥലത്തു നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരെ എത്തിയപ്പോൾ നിന്ന നിപ്പിന് തൻ്റെ ചോപ്പർ വളച്ച് നേരത്തെ ബോട്ട് കടന്നിരുന്ന ലൊക്കേഷനിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങിയെത്തുന്നു. അവിടെ ലാൻഡ് ചെയ്ത് ചെന്ന് നോക്കിയപ്പോൾ ആ ബോട്ടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ബോട്ട് കടന്നിരുന്നിടത്തു നിന്ന് ഏതാനും അടി മാത്രം മാറി 2 മണൽക്കൂനകൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ചോപ്പർ അതിനടുത്തായി ലാൻഡ് ചെയ്യിച്ച കമാൻഡന്റ് തൻ്റെ ടീമിലെ മറ്റംഗങ്ങളോട് പുറത്തിറങ്ങി ഈ 2 മണൽക്കൂനകളും തോണ്ടി നോക്കാൻ ആവശ്യപ്പെടുന്നു. ആദ്യത്തെ കൂന തോണ്ടി നോക്കിയപ്പോൾ അതിനടിയിൽ നിന്ന് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടുകിട്ടുന്നു. ആ ബോട്ടിൽ നിന്ന് തന്നെ എടുത്ത ഒരു കഷ്ണം കയറുകൊണ്ട് ശ്വാസം മുട്ടിച്ചാണ് ഇവർ അയാളെ കൊന്നിട്ടുള്ളത്. ആ കണ്ടെടുത്ത ബോഡി ചോപ്പറിൽ കയറ്റിയ ശേഷം അദ്ദേഹത്തിൻ്റെ ക്രൂ രണ്ടാമത്തെ കുഴിമാടം തോണ്ടാൻ തുടങ്ങി. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ദൗത്യസേനാംഗങ്ങളിൽ ഒരാളുടെ തൊട്ടടുത്തായിട്ട് അടുത്ത നിമിഷം ഒരു അമ്പ് വന്ന് ലാൻഡ് ചെയ്യുന്നു. നേരത്തെ ചോപ്പറിന് പിന്നാലെ പാഞ്ഞ് 2 കിലോമീറ്റർ അപ്പുറം എത്തിയിരുന്ന സെന്റിനലീസ് പോരാളികൾ അപ്പോഴേക്കും തിരികെ എത്തിയിരുന്നു. അപകടം മണത്ത കമാൻഡന്റ് അവരെ തിരിച്ചു കയറ്റി ചോപ്പർ സഡൻ ടേക്ക് ഓഫ് ചെയ്ത് കിട്ടിയ ആ ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് തിരികെ പോർട്ട് ബ്ലെയറിലേക്ക് പോരുന്നു. ആ മിഷനിൽ കാണിച്ച ധീരതയ്ക്ക് കമാൻഡന്റ് പ്രവീൺ ഗൗറിന് ഒരു സൈറ്റേഷനും കിട്ടുന്നു. പക്ഷേ ആ റിക്കവറി മിഷൻ അവിടെ അവസാനിക്കുന്നില്ല. ഇനിയാണ് രസം. രണ്ടാമത്തെ ബോഡി കൂടി റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ അതേ നേവി സംഘത്തിന് വീണ്ടും നിർദ്ദേശം കിട്ടുന്നു. കഴിഞ്ഞ തവണ ഹെലികോപ്റ്ററിൽ വന്ന സംഘം പ്രയോഗിച്ച തന്ത്രത്തിൽ തങ്ങൾ വീണുപോയതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ സെന്റിനലീസ് യോദ്ധാക്കൾ അങ്ങനെയൊരു തന്ത്രം വീണ്ടും പ്രയോഗിക്കപ്പെട്ടാൽ അതിനെ തടയാൻ വേണ്ടി 2 സംഘങ്ങളായിട്ട് പിരിഞ്ഞിട്ടാണ് ഇത്തവണ നിന്നത്. ഒരു സംഘം എന്തു സംഭവിച്ചാലും ആ ബോട്ടിനും ബോഡിക്കും അടുത്തു നിന്ന് മാറുകയേയില്ല. രണ്ടാമത്തെ സംഘമാവട്ടെ നേരത്തെ പോലെ ആ ചോപ്പറിന്റെ പിന്നാലെ പായുകയും ചെയ്തു. അതോടെ ഈ യോദ്ധാക്കളുടെ കണ്ണുവെട്ടിച്ച് ബോഡി റിക്കവർ ചെയ്യുക എന്നത് അസാധ്യമായിട്ട് മാറി. എന്ന് മാത്രമല്ല നേരത്തേതിൻ്റെ ഇരട്ടി അമ്പുകൾ തുരുതുര ആ ചോപ്പറിന് നേർക്ക് പാഞ്ഞു വന്നുകൊണ്ടുമിരുന്നു. ഹെലികോപ്റ്ററിന് ഉള്ളിലിരുന്ന കമാൻഡന്റ് ഗൗറിൻ്റെ സംഘത്തിലെ കമാൻഡോകളുടെ കയ്യിൽ ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെടുത്ത് ഈ സെൻട്രലീസ് സംഘത്തിന് നേരെ പ്രയോഗിക്കാൻ അക്കൂട്ടത്തിൽ ആർക്കും തന്നെ ധൈര്യമുണ്ടായില്ല. ഇത്രയും ആയപ്പോഴേക്കും അമ്പെയ്ത്തിന്റെ ശക്തി ഇരട്ടിച്ചതോടെ കമാൻഡന്റ് ഗൗർ ആ മിഷൻ അവിടെ അബോർട്ട് ചെയ്ത് പോർട്ട് ബ്ലെയറിലേക്ക് മടങ്ങിപ്പോയി. ആദ്യത്തെ തവണ പിണഞ്ഞ അബദ്ധം തിരുത്തി രണ്ടാം വട്ടം ഈ സെൻട്രലീസ് യോദ്ധാക്കൾ പ്രകടിപ്പിച്ച കൗശലം തന്നെ അത്ഭുതപ്പെടുത്തിയതായിട്ട് അന്ന് NDTVക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ കമാൻഡന്റ് പ്രവീൺ ഗൗർ പറയുന്നുണ്ട്. 2006 ഇങ്ങനെ 2 പേര് കൊല്ലപ്പെട്ടതിന് ശേഷം നടന്ന പ്രധാന സംഭവങ്ങളിലൊന്ന് നമ്മൾ ഈ ലക്കത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ജോൺ അലൻ ചൗ എന്ന ക്രിസ്ത്യൻ മിഷണറിയുടെ മരണമാണ്. നേരത്തെ കൊല്ലപ്പെട്ട 2 മുക്കുവരും ചൗ എന്ന യുവാവും തമ്മിൽ അടിസ്ഥാനപരമായിട്ടൊരു വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യം കൊല്ലപ്പെട്ട 2 മുക്കുവരും അവർ സഞ്ചരിച്ച ബോട്ടിന് പറ്റിയ എന്തോ ഒരു തകരാറിനെ തുടർന്ന് യാദൃച്ഛികമായി നോർത്ത് സെൻട്രൽ ദ്വീപിൽ ചെന്നടിഞ്ഞ് അവിടുത്തുകാരാൽ കൊല്ലപ്പെട്ടതാണ് എങ്കിൽ ചൗ തൻ്റെ മരണം സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം നോർത്ത് സെൻട്രൽ ദ്വീപിലേക്കുള്ള യാത്ര ഇന്ത്യൻ ഗവൺമെൻറ് നിയമം വഴി നിരോധിച്ചിട്ടുള്ള കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് അയാൾ അങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ കണ്ണു വെട്ടിച്ച് രാത്രിയുടെ ഇരുട്ടിൽ ആരോരും കാണാതെയാണ് അയാൾ ആ പണി ഒപ്പിക്കുന്നതും സ്വന്തം മരണത്തിലേക്ക് നടന്നു കയറുന്നതും. അങ്ങനെയൊരു സാഹസം പ്രവർത്തിക്കുന്നതിന് പക്ഷേ അയാൾക്ക് വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. കടുത്ത ക്രിസ്തീയ മതവിശ്വാസിയായിട്ടുള്ള ചൗ കർത്താവിൻ്റെ വെളിച്ചം അതുവരെ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞിട്ട ഒരു മിഷണറി ആയിരുന്നു. ഏതു വിധേനയും സെൻട്രൽ ദ്വീപ് നിവാസികളുടെ ഹൃദയങ്ങളിൽ ഇരുളകറ്റി അവർക്ക് ബൈബിളിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ അയാൾ വെമ്പി. ആ വെമ്പൽ അടക്കാനാവാതെ വന്നപ്പോൾ അയാൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഒരു ബോട്ടിൽ കയറി ഈ നോർത്ത് സെൻട്രൽ ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഐലൻഡിലെത്തി. അവിടെ നിന്ന് ഒരു മീൻപിടുത്തക്കാരന് അന്നത്തെ 25,000 രൂപ റൊക്കം നൽകിക്കൊണ്ടാണ് ചൗ അയാൾക്കൊപ്പം ഒരു ഫിഷിംഗ് ബോട്ടിൽ കയറി സെൻട്രൽ ദ്വീപ് ലക്ഷ്യമിട്ടുള്ള യാത്ര തുടങ്ങുന്നത്. പോകാനുള്ളത് സെൻട്രൽ ദ്വീപിലേക്കാണ് എന്ന് ചൗ പറഞ്ഞപ്പോൾ തന്നെ ആ മുക്കുവൻ അയാളോട് സർ അങ്ങോട്ട് പോകരുത്, അവർ അപകടകാരികളാണ്, അമ്പെയ്ത് കൊന്നുകളയും എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആ വാണിംഗ് അയാൾ അവഗണിക്കുന്നു. നിങ്ങൾക്ക് അത്രയ്ക്ക് ഭയമുണ്ടെങ്കിൽ ദ്വീപിൻ്റെ 7 അയൽത്തോട്ടേക്ക് വരണ്ട, തന്നെ ദ്വീപിൽ നിന്ന് കുറച്ച് ദൂരെ വരെ കൊണ്ടുവിട്ടാൽ മതിയെന്ന് ചൗ പിന്നെയും നിർബന്ധിച്ചപ്പോൾ ആ മീൻപിടുത്തക്കാരൻ അതിന് തയ്യാറാവുകയായിരുന്നു. കയ്യും വീശിയല്ല ചൗ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത്. യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ഒരു ഗോപ്രോ ക്യാമറ, 3-4 കത്രികകൾ, അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കയാക്ക്, കുറച്ച് ഉണക്ക മത്സ്യം, ഒരു ബൈബിൾ എന്നിവയും അയാൾ കയ്യിൽ കരുതിയിരുന്നു. ആദ്യം ഉണക്കമീൻ കയ്യിലെടുത്തത് ഈ
സെൻട്രലീസ് പൗരന്മാരെ സ്വാധീനിക്കാൻ, അവർക്ക് സമ്മാനിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ 2018 നവംബർ 14 രാത്രി അവർ തങ്ങളുടെ യാത്ര തുടങ്ങി. ഇരുട്ടിന്റെ മറവിൽ കോസ്റ്റ് ഗാർഡിന്റെ കണ്ണും പെട്ടിച്ച് എങ്ങനെയോ അവർ സെന്റിനൽ ദ്വീപിന്റെ തൊട്ടടുത്തെത്തി. അടുത്ത ദിവസം രാവിലെ നേരം പരപരാ വെളുത്തു തുടങ്ങിയ സമയത്തേക്ക് ആ ഫിഷിംഗ് ബോട്ടിനെ ദ്വീപിനോട് പരമാവധി അടുപ്പിച്ച് നങ്കൂരമിട്ട് നിർത്തിയ ശേഷം ചൗ തൻ്റെ കയാക്ക് വെള്ളത്തിലിറക്കി ദ്വീപ് ലക്ഷ്യമിട്ട് തുഴഞ്ഞു തുടങ്ങി. താൻ തിരിച്ചു വരും, അവിടെ തന്നെ കാത്തു നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചൗ ദ്വീപിലേക്കുള്ള തൻ്റെ യാത്ര തുടങ്ങുന്നത്. തീരത്തോടടുത്തതും അയാളുടെ കണ്ണിൽ ഒരു കുടിലുപെടുന്നു. അതിനടുത്ത് നിന്നുകൊണ്ട് 2 പെൺകുട്ടികൾ സംസാരിക്കുന്നതും അവ്യക്തമായിട്ടാണ് എങ്കിലും അയാളുടെ കാതിൽ വന്ന് വീഴുന്നുണ്ട്. തൻ്റെ കയാക്ക് ബീച്ചിലേക്ക് അടുപ്പിച്ച് നിർത്തിയ ശേഷം അയാൾ സാധനങ്ങളും എടുത്തുകൊണ്ട് തീരത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് ആ കുടിലിൻ്റെ പിന്നിൽ നിന്ന് കയ്യിൽ അമ്പും വില്ലുമേന്തിയ 2 പുരുഷന്മാർ തൻ്റെ നേർക്ക് ഉന്നം പിടിച്ചുകൊണ്ട് നടന്നെടുക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. അപകടം മണത്ത അയാൾ "മൈ നെയിം ഈസ് ജോൺ, ഐ ലവ് യു ആൻഡ് ജീസസ് ലവ്സ് യു" എന്ന് അവരോടായിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. താൻ ഇംഗ്ലീഷിൽ ആ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ മാറ്റമൊന്നും വരാതിരുന്ന് കണ്ടപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും അയാൾ വീണ്ടും ഇംഗ്ലീഷിൽ തന്നെ തുടർന്ന് പറഞ്ഞു, "ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഗിവൺ മീ ദ അതോറിറ്റി ടു കം ടു യു. ഹിയർ ഇസ് സം ഫിഷ് ഫോർ യു." എനിക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ വന്ന് കാണാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. ഇതാ കുറച്ച് മീൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് അയാൾ അവരോട് പറഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് ചൗ ഒരല്പം കൂടി അവരുടെ അടുത്തേക്ക് നടന്ന് നീങ്ങിയതും ആ വില്ലുകളിൽ നിന്ന് അമ്പുകൾ ചൗവിൻ്റെ നെഞ്ച് ലക്ഷ്യമിട്ട് പുറപ്പെടാനാഞ്ഞു. ഇത് കണ്ട് ഭയന്നു പോകുന്ന ചൗ തിരികെ തൻ്റെ കയാക്കിന് അടുത്തേക്ക് തന്നെ ഓടിപ്പാഞ്ഞു വരുന്നു. അതും തുഴഞ്ഞ് പ്രാണനും കൊണ്ട് തിരികെ ഫിഷിംഗ് ബോട്ടിലേക്ക് തന്നെ ചെന്നു കയറുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചൗ വീണ്ടും ഒരിക്കൽ കൂടി ദ്വീപിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു. ഇത്തവണ ദ്വീപിൻ്റെ വടക്കൻ തീരത്തുകൂടി ആയിരുന്നു അയാളുടെ പരിശ്രമം. കയാക്കെടുത്ത് വീണ്ടും തീരത്തേക്ക് തുഴഞ്ഞു ചെല്ലാൻ ശ്രമിച്ചു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ദൂരെയായിട്ട് 5-6 സെൻട്രലീസ് ഗോത്രവർഗ്ഗക്കാർ നിൽക്കുന്നത് ഇയാൾ കാണുന്നുണ്ട്. അവർ ഉച്ചത്തിൽ ഇയാളോട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുമുണ്ട്. ഇവരുടെ ഭാഷ ചൗവിന് ഒരക്ഷരം തിരിയുന്നുണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ചൗ തിരിച്ചു പറയുന്ന ഇംഗ്ലീഷ് അവർക്കും ഒരക്ഷരം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും തൻ്റെ കാതിൽ വന്നു വീണ ശബ്ദങ്ങളെ ഒരു തത്തയെപ്പോലെ തിരിച്ചനുകരിക്കാൻ ചൗ ശ്രമിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവരിൽ ചിലർക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അവർ ചിരിക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ധൈര്യമൊക്കെ തോന്നുന്ന ചൗ വീണ്ടും ദ്വീപിനോട് അടുക്കുന്നു. തീരത്തടുപ്പിച്ച കയാക്കിൽ നിന്ന് മണലിലേക്ക് അയാൾ ഇറങ്ങി ചെല്ലുന്നു. അതിനുശേഷം സുരക്ഷിതമായിട്ടുള്ള ഒരു അകലത്തിൽ നിന്നുകൊണ്ട് അയാൾ കയ്യിൽ ഉണക്കമീൻ അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അയാൾക്ക് മുന്നിൽ വില്ലിൽ അമ്പ് തൊടുത്തുകൊണ്ട് നിന്നവരുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു പെണ്ണും ചെറുക്കനും ഉണ്ടായിരുന്നു. മുന്നോട്ട് ചെറുതായിട്ട് ആഞ്ഞുകൊണ്ട് ഇയാൾ ഈ പയ്യനോട് എന്തോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. ചൗ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയ തക്കത്തിന് പിന്നിലൂടെ വന്ന് ഒരു സെൻട്രലീസ് ഗോത്രവർഗ്ഗക്കാരൻ അയാളുടെ കയാക്കും തട്ടിയെടുത്ത് കടന്നു കളയുന്നു. ഇത് സംഭവിച്ചത് അയാൾ അറിയുന്നത് പോലുമില്ല. തൻ്റെ കയ്യിലുള്ള ബൈബിളിൽ നിന്ന് എന്തൊക്കെയോ വാചകങ്ങൾ വായിച്ച് അറിയാവുന്ന ഭാഷയിൽ ചൗ ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ ഒരു സംഭാഷണം ഈ കുട്ടിക്ക് അത്രയ്ക്ക് രസിക്കുന്നില്ല. നിന്ന നിൽപ്പിന് അവൻ തൻ്റെ വില്ലിലെ അമ്പിനെ ചൗവിൻ്റെ നെഞ്ഞുകൂടി ലക്ഷ്യമിട്ട് പായിച്ചു കളയുന്നു. എന്തോ ഭാഗ്യത്തിന് ആ അമ്പ് വന്ന് തുളച്ച് കയറുന്നത് ചൗ തൻ്റെ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചിരുന്ന ബൈബിളിൻ്റെ പ്രതിയിലാണ്. തലനാരിയുടെ വ്യത്യാസത്തിൽ ചൗവിൻ്റെ ജീവൻ പൊലിയാതെ രക്ഷപ്പെടുന്നു. ഇങ്ങനൊരു ആക്രമണം ഉണ്ടായതോടെ അയാൾ തിരിഞ്ഞോടുന്നു. പിന്നെ ഒന്നും നോക്കാതെ അയാൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്താൻ തുടങ്ങുന്നു. കടലിലൂടെ നീന്തി കുറച്ചപ്പുറത്ത് നങ്കൂരമിട്ട് നിർത്തിയിരുന്ന ഫിഷിംഗ് ബോട്ടിലേക്ക് അയാൾ വലിഞ്ഞു കയറുന്നു. അങ്ങനെ 2ാം വട്ടവും ചൗവിൻ്റെ ജീവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചൗ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിക്കുന്നു: "ഓ ലോർഡ്, ഈസ് ദിസ് ഐലൻഡ് സാത്താൻസ് ലാസ്റ്റ് സ്ട്രോങ് ഹോൾഡ്?" ദൈവമേ, ഇതെന്തൊരു നാടാണ്, സാത്താൻ്റെ ദ്വീപാണോ ഇത് എന്ന്. 1-2 പേജുകൾക്ക് അപ്പുറം നോക്കുകയാണെങ്കിൽ അയാൾ "ഐ ഡു നോട്ട് വാണ്ട് ടു ഡൈ" എന്നും കുറിച്ചിട്ടിരുന്നു. എന്നാൽ അപ്പോഴേക്കും ദൈവവഴിയിലെ അയാളുടെ ഒബ്സഷൻ വളരെ അപകടകരമായ സ്കെയിലിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. അത്രമേൽ ആത്മഹത്യാപരമാണ് എന്ന് കഴിഞ്ഞ 2 അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞിട്ടും 3ാമതൊരിക്കൽ കൂടി ആ ദ്വീപിലേക്ക് തിരികെ പോകാൻ ചൗ സ്വന്തം മനസ്സിനെ പാകപ്പെടുത്തുന്നു. ഇതൊന്നു മാത്രമാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് അയാൾ തിരിച്ചറിയുന്നു. നവംബർ 16 അയാൾ തൻ്റെ അച്ഛനമ്മമാർക്ക് അവസാനമായിട്ട് ഒരു കത്ത് അയക്കുന്നു. ഈ കത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ എന്നോട് നിങ്ങൾ ചോദിക്കുക, നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നാവും. യേശുവിനെ കുറിച്ച് ഈ സെൻട്രലീസ് ഗോത്രവർഗ്ഗക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിയുക്തനായിട്ടുള്ള ഒരു കുഞ്ഞാടാണ് ഞാൻ. ആ ശ്രമങ്ങളുടെ വഴിയിൽ ഇനി ഞാൻ രക്തസാക്ഷി ആകേണ്ടി വന്നാലും അത് സാരമില്ല. ഈ ദ്വീപിൽ വെച്ച് എൻ്റെ പ്രാണൻ നഷ്ടമായി എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ ആ പാവം സെന്റിനൽ ഗോത്രക്കാരെ നിങ്ങൾ വെറുതെ പഴിചാരരുത്. ഇങ്ങനെ ഒരു വരിയിൽ കത്തെഴുത്ത് അവസാനിപ്പിച്ച് ആ കത്ത് ബോട്ടോടിക്കുന്ന മുക്കുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം
ചൗ വീണ്ടും ഒരിക്കൽ കൂടി സെന്റിനൽ ദ്വീപ് ലക്ഷ്യമിട്ട് പുറപ്പെടുന്നു. അത് പക്ഷേ ഏറെ അഭിശക്തമായ ഒരു പോക്കായിരുന്നു. ജോൺ അലൻ ചൗ എന്ന അമേരിക്കൻ മിഷണറിയെ ലോകത്ത് ആരെങ്കിലും അവസാനമായിട്ട് കണ്ട ദിവസമായിരുന്നു അത്. പിന്നീട് അയാൾ ഈ ലോകത്തേക്ക് മടങ്ങി വന്നതേയില്ല. ഏറെ നേരം കാത്തിരുന്നിട്ടും ആളെ കാണാതിരുന്നപ്പോൾ ആ മത്സ്യബോട്ടുകാരൻ ഇയാളെ അന്വേഷിച്ച് തീരത്തോട് പരമാവധി ചേർന്നു വന്ന് ദൂരെ നിന്ന് നോക്കിയപ്പോൾ ആ തീരത്ത് വളരെ സവിശേഷമായൊരു ചടങ്ങ് പൂർത്തിയാവുന്നത് അയാൾ കണ്ടു. അവിടെ ആ സെന്റിനലീസ് ഗോത്രവർഗ പോരാളികൾ ആരെയോ കുഴിച്ചിടാനാണ് ശ്രമിക്കുന്നത്. ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വെച്ച് ആ മരിച്ചു കിടക്കുന്നത് നേരത്തെ താൻ ബോട്ടിൽ തീരത്ത് കൊണ്ടുവന്ന് ഇറക്കിയ ചൗ ആണ് എന്ന് ബോട്ടുകാരനും മനസ്സിലായി. ഈ മീൻപിടുത്ത ബോട്ടുകാരൻ്റെ ദൃക്സാക്ഷി മൊഴിയുടെ പുറത്തു മാത്രമാണ് അന്ന് ജോൺ അലൻ ചൗവിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടുന്നത്. മകൻ്റെ മൃതദേഹം പോലും ഒന്ന് കാണാനുള്ള യോഗം പിന്നീട് ആളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായതേയില്ല. ആന്ത്രോപോളജിസ്റ്റുകൾക്കിടയിൽ അവർക്ക് ഏറ്റവും കുറച്ചു മാത്രം ധാരണയുള്ള ഗോത്രക്കാരെന്നാണ് സെന്റിനലീസ് അറിയപ്പെടുന്നത്. 60-ലെ ദേബർ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് 1975-ൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന ലിസ്റ്റിലും അവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പരശതം ഗോത്രവർഗ്ഗങ്ങളിൽ ചിലത് മറ്റുള്ള ട്രൈബുകളെക്കാൾ വൾണറബിൾ ആണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളും രോഗപ്രതിരോധ ശേഷിയുമൊക്കെ വേണ്ടത്ര വികസിതമല്ല. അതുകൊണ്ട് അവയ്ക്ക് പ്രത്യേക സംരക്ഷണവും ശ്രദ്ധയും വേണമെന്നാണ് ആ കമ്മീഷൻ അന്ന് അഭിപ്രായപ്പെട്ടത്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1993 വരെ 52 ട്രൈബുകൾ എൻലിസ്റ്റഡ് ആവുകയും അക്കൊല്ലം മാത്രം 23 ട്രൈബുകൾ കൂടി ഒറ്റയടിക്ക് കൂട്ടിച്ചേർത്ത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഗോത്രവർഗ്ഗങ്ങളുടെ എണ്ണം 75 ഉയർത്തുകയും ചെയ്തു. ഇങ്ങനെയൊരു PVTG ലിസ്റ്റ് ഉണ്ടാക്കിയതിന് പ്രധാനമായിട്ടും 4 മാനദണ്ഡങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, കാർഷിക വൃത്തി ശീലിച്ചിട്ടില്ലാത്ത ഗോത്രങ്ങളാവണം. അതായത് വേട്ടയാടിയും ഭക്ഷണം പ്രകൃതിയിൽ നിന്ന് തിരഞ്ഞുപിടിച്ചും മാത്രം വിശപ്പടക്കിയിരുന്ന കൂട്ടരാകണം. 2, അവരുടെ സാക്ഷരതാ നിരക്ക് ദേശീയ ഗോത്ര ശരാശരിയേക്കാൾ ഗണ്യമായി കുറഞ്ഞിരിക്കണം. 3, അവർ സാമ്പത്തികമായും വളരെ താണ നിലവാരത്തിലായിരിക്കണം. അതായത് അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളോ വിഭവങ്ങളോ ഒന്നും ലഭ്യമായിരിക്കില്ല. 4, അവരുടെ ജനസംഖ്യ ഒന്നുകിൽ ഏറ്റക്കുറവില്ലാതെ നിൽക്കും അല്ലെങ്കിൽ കുറയും എന്നതാണ്. ഇവർക്ക് ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ലാത്തതും നൂറ്റാണ്ടുകളായിട്ട് പുറംലോകവുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന കൂട്ടരായതുകൊണ്ട് ഇവരുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്നതുമൊക്കെ കാരണം പലരും ആയുസ്സെത്താതെ തന്നെ മരിച്ചു പോകാറുണ്ട്. ഈ സെന്റിനലീസ് ഗോത്രവർഗ്ഗക്കാർ PVTG ലിസ്റ്റിൽപ്പെട്ട മറ്റ് 75 ഗോത്രവർഗ്ഗങ്ങളിൽ ഒന്നു മാത്രമാണെങ്കിലും അതേ ലിസ്റ്റിൽപ്പെട്ട മറ്റ് പല ഗോത്രങ്ങളെക്കാളും പുറംലോകത്തോട് ബന്ധം വിച്ഛേദിച്ചും സ്വയം പര്യാപ്തതയോടെയുമാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. 1956-ൽ ഇന്ത്യൻ ഗവൺമെൻറ് നോർത്ത് സെന്റിനലീസിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് അബോറിജിനൽ ട്രൈബ്സ് റെഗുലേഷൻ എന്നൊരു നിയമം തന്നെ പാസ്സാക്കുന്നു. ഈ നിയമപ്രകാരം പുറത്തുനിന്നുള്ള ആരും തന്നെ, അത് ഇന്ത്യൻ പൗരനാകട്ടെ മറ്റ് വിദേശികളാവട്ടെ, ഈ ദ്വീപിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. ഏറെ നിഗൂഢമായിട്ട് കഴിയുന്ന കൂട്ടരാണിവർ. എന്നിരുന്നാലും അതേസമയം തന്നെ മനുഷ്യന്റെ അതിജീവനത്തിന്റെ, സാംസ്കാരിക സംരക്ഷണത്തിന്റെ, ട്രൈബൽ പ്രൊട്ടക്ഷൻ പോളിസികൾ നേരിടുന്ന വെല്ലുവിളികളുടെ എല്ലാം ഉദാഹരണമാണ് സെന്റിനലീസ് പൗരന്മാർ. 1911-ലെ സെൻസസിലാണ് സെന്റിനലീസ് എന്നൊരു പേര് ആദ്യമായി ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു കാനേഷുമാരി കണക്കിൽ ഉൾപ്പെടുന്നത്. ഈ സെൻസസും തുടർന്നു വന്ന സകല സെൻസസുകളും നമുക്ക് മുന്നിൽ വെച്ചത് പക്ഷേ വെറും ഊഹാപോഹത്തിന്റെ കണക്കുകൾ മാത്രമാണ്. 1961-ൽ ഈ കണക്ക് 102-നും 105-നും ഇടയിലാണ് എന്നായിരുന്നു. 2009-ൽ പുറത്തു വന്ന ഇൻ ദ ഫോറസ്റ്റ് വിഷ്വൽ ആൻഡ് മെറ്റീരിയൽ വേൾഡ്സ് ഓഫ് ആൻഡമാനീസ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ വിശ്വജിത് പാണ്ഡ്യ എഴുതുന്നത് അത് തുടർന്നുള്ള വർഷങ്ങളായപ്പോഴേക്കും 40കളിലേക്ക് ചുരുങ്ങിക്കാണും എന്നാണ്. ഏറ്റവും ഒടുവിലായിട്ട് നടന്ന 2011-ലെ സെൻസസിലെ കണക്ക് പ്രകാരം ആകെയുള്ള സെന്റിനലീസ് ഗോത്രവർഗ്ഗക്കാർ 50 പേര് മാത്രമാണ്. പക്ഷേ ഇതൊക്കെയും വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. പിന്നീട് നോർത്ത് സെന്റിനൽ ദ്വീപിൽ ആകെ മൊത്തം 200 സെന്റിനലീസ് പൗരന്മാരെങ്കിലും കാണുമെന്നാണ് പിൽക്കാല പഠനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീനിവാസ M. ശശികുമാർ എന്നിവരുടെ പക്ഷം. നേരിട്ട് ആ മണ്ണിൽ ഇറങ്ങിയുള്ള ഒരു സെൻസസ് നടത്തുക അസാധ്യമാണ് എന്നിരിക്കെ ഈ പറഞ്ഞ ഒരു സെൻസസിലെയും കണക്കുകൾക്ക് കൃത്യത ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്ത്യയിലെ ഗോത്രവർഗ പഠനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് പ്രധാനമായിട്ടും 3 പ്രാഥമിക പരിപ്രേക്ഷ്യങ്ങളിലാണ്. 1, ഐസൊലേഷൻ, 2, അസിമിലേഷൻ, 3, ഇൻ്റഗ്രേഷൻ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ട്രൈബൽ നയങ്ങൾ സംബന്ധിച്ച ചർച്ചകളെ പരുവപ്പെടുത്തിയിട്ടുള്ളതും ഇന്ത്യൻ സമൂഹത്തിൽ അവയെ അടയാളപ്പെടുത്തിയിട്ടുള്ളതും ഈ 3 പെർസ്പെക്റ്റീവുകൾ തന്നെയാണ്. ആദ്യം പറഞ്ഞ ഈ ഐസൊലേഷൻ അപ്രോച്ചിന് കാര്യമായ പ്രചാരം നൽകാൻ പ്രയത്നിച്ചിട്ടുള്ള വെറിയർ എൽവിൻ ഇന്ത്യൻ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ കാര്യമായിട്ടുള്ള ഫീൽഡ് സ്റ്റഡികൾ നടത്തിയിട്ടുള്ള ഒരു വിദേശ ആന്ത്രോപോളജിസ്റ്റാണ്. 1939-ൽ പുറത്തിറങ്ങിയ തൻ്റെ ദ ബെയ്ഗ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ എൽവിൻ ഒരു ട്രൈബൽ കമ്മീഷണറുടെ നിയന്ത്രണത്തിൽ വിദൂരസ്ഥമായ എത്തിപ്പെടാൻ ഏറെ പ്രയാസമുള്ള മേഖലകളെ ഓരോ നാഷണൽ പാർക്കുകളുടെ കീഴിൽ കൊണ്ടുവരുന്ന കാര്യം പ്രപ്പോസ് ചെയ്യുന്നുണ്ട്.
പക്ഷേ ഈ ട്രൈബൽസിൻ്റെ ക്ഷേമം ഉറപ്പാക്കേണ്ടത് ഏറ്റവും മിനിമലായിട്ടുള്ള സമ്പർക്കങ്ങൾ മാത്രം അവരോട് പുലർത്തിക്കൊണ്ട് വേണമെന്നും അദ്ദേഹം വാദിക്കുന്നു. അതായത് അവരുടെ മാത്രമായ ലോകത്ത് അവർ കണ്ടെത്തുന്ന സന്തോഷങ്ങളിൽ മുഴുകി ജീവിക്കാൻ അനുവദിക്കണം. പുറത്തുനിന്ന് പുതുതായി യാതൊന്നും തന്നെ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നും അവരുടെ തനത് ജീവിതങ്ങളെ അത് താറുമാറാക്കുമെന്നും എൽവിൻ കരുതി. എൽവിൻ്റെ ഈ സമീപനത്തിന് ഘടകവിരുദ്ധമായ ഒന്നാണ് ഗോവിന്ദ് സദാശിവ് ഗുറിയ മുന്നോട്ട് വെച്ച അസിമിലേഷൻ അപ്രോച്ച്. 1959 എഴുതിയ ദ ഷെഡ്യൂൾ ട്രൈബ്സ് എന്ന പുസ്തകത്തിൽ ഗുരിയ അടിവരയിട്ട് പറയുന്നത് വളരെ പതുക്കെയെങ്കിലും ഈ ഗോത്രവർഗ്ഗങ്ങളെ മുഖ്യധാര ഹിന്ദു സമൂഹവുമായിട്ട് ഇഴുകിച്ചേരാൻ അനുവദിക്കണം എന്നാണ്. ചരിത്രപരമായി നോക്കിയാൽ ഈ ഗോത്രങ്ങളൊന്നും തന്നെ വേറിട്ട് പോകേണ്ടവരല്ല എന്നും മുഖ്യധാര ഹിന്ദു സൊസൈറ്റിയുമായിട്ട് ബന്ധമുള്ളവരാണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ബ്രോഡർ സോഷ്യോ റിലീജിയസ് ഫാബ്രിക്കുമായിട്ട് അസിമിലേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഗോത്രവർഗ്ഗങ്ങളെ ഉദ്ധരിക്കാനുള്ള ഒരേയൊരു മാർഗമെന്നും അദ്ദേഹം കരുതി. ഇനി മൂന്നാമത്തെ പരിപ്രേക്ഷ്യം നമ്മുടെ മുന്നിലേക്ക് വെച്ചത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ്. തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതിയിൽ അദ്ദേഹം ഐസൊലേഷൻ അപ്രോച്ചിനെയും അസിമിലേഷൻ അപ്രോച്ചിനെയും ഒരുപോലെ നിരാകരിക്കുന്നു. ഇത് രണ്ടുമല്ല, മറിച്ച് ഇൻ്റഗ്രേഷൻ അപ്രോച്ചാണ് ഗോത്രവർഗ്ഗങ്ങളുടെ അഭ്യുദയത്തിനുള്ള ശരിയായ മാർഗമെന്ന് അദ്ദേഹം വാദിച്ചു. ഗോത്രവംശജരെ മ്യൂസിയം സ്പെസിമെനുകളായിട്ട് കണക്കാക്കുന്ന നരവംശ ശാസ്ത്രജ്ഞരുടെയും പൊതുജനങ്ങളുടെയും പതിവിനെ അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത് ഈ ഗോത്രവർഗ്ഗക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും നെഹ്റു പറഞ്ഞു. ഗോത്രവർഗ്ഗങ്ങളെ അവരുടെ പാട്ടിന് ഐസൊലേഷനിൽ വിടുന്നതും ബലം പ്രയോഗിച്ച് അവരെ മുഖ്യധാരയിലേക്ക് അസിമിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരുപോലെ വിഡ്ഢിത്തമാണ് എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിന്നീട് അദ്ദേഹം ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി മുന്നോട്ട് വെച്ച പഞ്ചശീല തത്വങ്ങളിലും പ്രതിഫലിച്ച് കാണാം. ഗോത്രവർഗ്ഗക്കാർക്ക് അവർ അർഹിക്കുന്ന ബഹുമാനം നൽകണം. ഇന്ത്യ എന്ന രാജ്യം വളരുന്നതിനൊപ്പം അവരുടെ ക്ഷേമവും ഉറപ്പുവരുത്തപ്പെടണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐസൊലേഷൻ, അസിമിലേഷൻ, ഇൻ്റഗ്രേഷൻ ഈ മൂന്ന് തത്വങ്ങളുടെയും പ്രാഥമികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്നും വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഗോത്രജനതയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്നതാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന മറ്റു ദ്വീപുകളിൽ കഴിയുന്ന പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബിൻ്റെ പ്രശ്നങ്ങൾ, അവയുടെ വെല്ലുവിളികൾ ഒന്നും ഒരിക്കലും അവ പഠനവിധേയമാക്കുകയോ വേണ്ട പോലെ കണക്കിലെടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ 5 PVTGകൾ, അതായത് ഗ്രേറ്റ് ആൻഡമനീസ്, ഓങ്കേസ്, ജാർവാസ്, ഷോംപെൻസ് ആൻഡ് സെന്റിനലീസ്, ഇവ 5നുമിടയിൽ കാലാനുസൃതമായിട്ടുണ്ടാകുന്ന പുരോഗതിയുടെ കാര്യത്തിലോ സാംസ്കാരികമായിട്ടുള്ള ആചാര വിചാരങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കൾച്ചറൽ കോണ്ടാക്റ്റ്, ഡെവലപ്മെൻറ്റ് നീഡ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പെൻഡൻസി എന്നിവയുടെ കാര്യത്തിലോ ഒന്നും തന്നെ പൊതുവായി യാതൊന്നുമില്ല. അതുകൊണ്ട് ഇവയുടെ ഉന്നമനത്തിനു വേണ്ടി നമുക്കൊരിക്കലും പൊതുവായ ഒരു മാനദണ്ഡത്തിലേക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ പൊതുവായൊരു നയപരിപാടി ഡ്രാഫ്റ്റ് ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. നേരത്തെ പറഞ്ഞ ഈ 3 പരിപ്രേക്ഷ്യങ്ങൾക്ക് പുറമെ ഏറ്റവും പുതുതായിട്ട് പ്രയോഗത്തിൽ വന്നിട്ടുള്ള മറ്റൊരു അപ്രോച്ച് കൂടിയുണ്ട്. അതാണ് നിലവിൽ സെൻട്രൽ ഐലൻഡിലെ ട്രൈബൽസിൻ്റെ ക്ഷേമത്തിനു വേണ്ടിയുള്ള സെൻട്രൽ ട്രൈബൽ പോളിസിക്ക് ആധാരമായിട്ടുള്ള നിലപാട്. ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ വിനയ്കുമാർ ശ്രീവാസ്തവയും വിഖ്യാത ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ എം ശശികുമാറും മറ്റും ചേർന്ന് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ പറയുന്നത്. ഇവർ ഇതിനെ വിളിക്കുന്ന പേര് ഹാൻഡ്സ് ഓഫ് ഐസ് ഓൺ അപ്രോച്ച് എന്നാണ്. ഈ നയത്തിന് പ്രധാനമായിട്ടും 4 റെക്കമെൻഡേഷനുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നോർത്ത് സെൻട്രൽ ദ്വീപിലെ നിവാസികൾക്ക് നിയമനിർമ്മാണത്തിലൂടെ സംരക്ഷണം കൊടുക്കുക. ഈ ദ്വീപിൻ്റെ ടെറിട്ടോറിയൽ സോവറിനിറ്റി ബ്രീച്ച് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റുക. 2, ഈ സെൻട്രലീസ് ഗോത്രവംശജരെ പുറത്തുനിന്ന് ദ്വീപിലേക്ക് സാമ്പത്തിക താല്പര്യങ്ങളുടെ പുറത്തോ ടൂറിസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആരുമായിട്ടും സമ്പർക്കം പുലർത്തിയിട്ടില്ലാത്ത ഈ ഗോത്രക്കാരെ കാണാനും അവരോട് ബന്ധം സ്ഥാപിക്കാനുമുള്ള സാഹസികമായ കൗതുകത്തിൻ്റെ പുറത്തോ വരുന്നവരിൽ നിന്ന് പൊതുവെ സംരക്ഷിക്കുക. 3, വളരെ പതുക്കെയാണെങ്കിൽ കൂടി ഈ സെൻട്രൽ ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ സ്വൈര ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള ഭംഗവും സൃഷ്ടിക്കാതെ തന്നെ ശേഖരിക്കുക. 4, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ മറ്റു ദ്വീപുകളിൽ താമസിക്കുന്നവരെ, അതായത് ഈ സെൻട്രൽ ദ്വീപിലേക്ക് എന്തെങ്കിലും കാരണവശാൽ കടന്നു ചെല്ലാൻ ഏറ്റവും അധികം സാധ്യതയുള്ള മനുഷ്യരെ ഇങ്ങനെ ചെയ്യുന്നതിലുള്ള അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക. ഇങ്ങനെയുള്ള അൺടച്ച്ഡ് കമ്മ്യൂണിറ്റികളിലേക്ക് ഗ്ലോബലൈസേഷനും ടൂറിസവും ഒക്കെ കടന്നു വന്നാൽ അവർക്കതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്തെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ഹാൻഡ്സ് ഓഫ് ഐസ് ഓൺ അപ്രോച്ച് സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് സെൻട്രൽ ഗോത്രവർഗ്ഗക്കാരെ വംശനാശത്തിന് വിട്ടുകൊടുക്കാതെ കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് നിലവിൽ ഒരു പരിധിവരെയെങ്കിലും സാധിക്കുന്നത്. ഈ സെൻട്രൽ ദ്വീപ് എന്ന് പറയുന്നത് വെറും 60 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു കുഞ്ഞു ദ്വീപാണ്. ഒരു താരതമ്യത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ അമേരിക്കയിലെ മാൻഹാട്ടൻ നഗരത്തിൻ്റെ അത്രമാത്രം വിസ്തൃതി.
ഇത്രയും വലിപ്പം കുറഞ്ഞ ഒരു സ്ഥലത്ത് നിലനിൽപ്പിനു വേണ്ടി കൃഷി ചെയ്തു പോലും ശീലമില്ലാത്ത ഒരു ഗോത്രവർഗം ആയിരക്കണക്കിന് കൊല്ലങ്ങളായി വേട്ടയാടിയും പ്രകൃതിയിൽ നിന്ന് ഫലമൂലാദികൾ ശേഖരിച്ച് ആഹരിച്ചും മാത്രം കുറ്റിയേറ്റു പോകാതെ നിലനിന്നു എന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പുറം ലോകവുമായിട്ട് ടോട്ടൽ ഐസൊലേഷനിലാണ് കഴിയുന്നത് എന്നതുകൊണ്ട് അവരുടെ മുന്നിൽ വിഭവങ്ങൾ തീർന്നു പോവുക, അല്ലെങ്കിൽ വേട്ടയാടി കാട്ടിലെ മൃഗങ്ങൾ ഇല്ലാതെയാവുക, അതുപോലെ ഇൻബ്രീഡിംഗ് അടക്കമുള്ള ശീലങ്ങൾ കൊണ്ട് പുതുതലമുറയിലെ കുട്ടികൾക്ക് ജനിതക തകരാറുകൾ ഉണ്ടാവുക തുടങ്ങിയ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരാം. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ഇന്നും ഈ ഭൂമിയിൽ തന്നെ തുടരുകയാണ്. വല്ലപ്പോഴും മാത്രമുണ്ടാകുന്ന പുറം ലോകവുമായിട്ടുള്ള സമ്പർക്കങ്ങളിൽ എടുക്കപ്പെടുന്ന അവരുടെ ചിത്രങ്ങളിൽ ഒന്നിൽ പോലും പോഷകാഹാരക്കുറവോ അല്ലെങ്കിൽ ജന്മനാലുള്ള മറ്റെന്തെങ്കിലും വൈകല്യങ്ങളോ ഒന്നും ഇന്നുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രകൃതിയോട് എത്രമാത്രം ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ഈ സെന്റിനലീസ് ഗോത്രവംശജർ കഴിയുന്നത്, അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയുടെ ഓരോ അംശവും എത്ര കണ്ട് പരിചയമുണ്ട് എന്നതും അതിലൂടെ വ്യക്തമാണ്. ഈ ഒരു ദ്വീപിൻ്റെ അതിർത്തികൾക്കുള്ളിൽ സ്വാഭാവികമായിട്ട് വളർന്നു പൊങ്ങിയ കാട്ടിനുള്ളിലെ വിഭവങ്ങൾ വേണ്ടത്ര മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു വിഭവത്തെയും ദുരുപയോഗം ചെയ്യാതെയാണ് അവർ അത് സാധിച്ചെടുക്കുന്നത്. വിഭവങ്ങളുടെ കൺസംഷൻ, റീജനറേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കൃത്യമായിട്ടുള്ളൊരു ബാലൻസിങ് ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിദൂരസ്ഥമായ കോണുകളിൽ കഴിയുന്ന മറ്റ് തനത് ഗോത്രങ്ങൾ നഗരങ്ങളിൽ നിന്ന് വന്നെത്തുന്ന പരിഷ്കാരികളുടെ പ്രവൃത്തികൾ കൊണ്ട് അനുഭവിക്കുന്ന വനനശീകരണം, ആവാസ വ്യവസ്ഥയുടെ നാശം, സംസ്കാരത്തിൻ്റെ നാശം എന്നിവ ഒന്നും തന്നെ ഇവരെ ഏശുന്നില്ല. അത്രമേൽ അൺടച്ച്ഡ് ആൻഡ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ എക്കോസിസ്റ്റത്തിലാണ് ഇവരുടെ ജീവിതം. സെന്റിനലീസിൻ്റെ ഈ സ്വൈരവിഹാരം, ജീവിതം, ഇതൊക്കെയും ആന്ത്രപ്പോളജിസ്റ്റുകളെ എന്നും അതിശയിപ്പിച്ചിട്ടുണ്ട്. ഒരു നരവംശ ശാസ്ത്രത്തിനും പിടികൊടുക്കാത്ത രഹസ്യങ്ങൾ പലതും അവരുടെ അതിജീവനത്തിൽ ഇനിയുമുണ്ട്. നിയോ ഇവല്യൂഷണറി ആന്ത്രപ്പോളജിസ്റ്റുകളായിട്ടുള്ള മാർഷൽ സാലൻസിനെ പോലെയുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒറിജിനൽ അഫ്ലുവൻറ്റ് സൊസൈറ്റി എന്ന വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥ സമൃദ്ധിയിൽ പുലരുന്ന സമൂഹം എന്ന വിശേഷണത്തിൻ്റെ മാനകം ഒരിക്കലും ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയല്ല, എത്ര എളുപ്പത്തിൽ തൃപ്തിപ്പെടുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് അവർക്കുള്ളത് എന്നത് മാത്രമാണ്. ഈ അഫ്ലുവൻസ് അഥവാ സമൃദ്ധി എന്ന് പറയുന്നത് വിഭവങ്ങൾ ആവശ്യത്തിലധികം ഉൽപ്പാദിപ്പിക്കുന്നിടത്തല്ല, മറിച്ച് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ വേണ്ടൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നിടത്താണ് എന്നും സാലിൻസ് വാദിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള, ഏറ്റവും സമൃദ്ധിയിൽ പുലരുന്ന സമൂഹം ഈ സെൻട്രൽ ഗോത്രക്കാർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എത്ര കിട്ടിയാലും കൊതി തീരാത്ത, എത്ര നേടിയാലും തൃപ്തി വരാത്ത, വിഭവങ്ങൾക്ക് വേണ്ടി ചൂഷണങ്ങളും കോളനിവൽക്കരണവും മഹായുദ്ധങ്ങളും വരെ നടത്തുന്ന നമ്മൾ ആധുനിക മനുഷ്യർക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഉള്ളിടത്ത് ഒതുങ്ങിക്കൂടുന്ന ഈ സെൻട്രൽ ഗോത്രക്കാരെയും തങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന ക്രൗര്യത്തെയും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമുക്ക് ചെയ്യാനാകുന്നത് ഒന്നു മാത്രമാണ്, അവരെ അവരുടെ പാട്ടിന് വിടുക. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.